അത് സിനിമയിൽ മാത്രമല്ല മോനെ, എല്ലാ പ്രൊഫഷനിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ചെറിയ അപകടം പറ്റിയാൽ മതി ജീവിതവും കരിയറും ഒക്കെ തകർന്നു പോകാൻ. വീണുപോകുന്നവനെ കൈപിടിച്ച് കയറ്റുന്ന കാലമൊക്കെ പോയി. ഇപ്പോ ജയിക്കുന്നവരോടൊപ്പം ആർപ്പൊളിക്കുന്നവരുടെ നന്ദിയില്ലാത്ത ലോകം. ഞാൻ എന്നും പ്രാർത്ഥിച്ചത് ഏട്ടന്റെ സിനിമകൾ ഏട്ടന് തന്നെ തിരിച്ചു കിട്ടാനാ. ഒരുപാട് നേർച്ചകളും നേർന്നു. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങളൊന്നും എന്നെ കൈവിട്ടില്ല. വിജയിക്കുന്ന ഏത് പുരുഷന്റെ പിന്നിലും അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണിന്റെ കഥയുണ്ടാവും. അവന്റെ ഭാര്യയുടെ സമർപ്പണം ഉണ്ടാവും. ഇവന്റെ വിജയത്തിന്റെ പിന്നിലെ ശക്തി നീ തന്നെയാ മോളെ. അതെ, ഏട്ടനിങ്ങ് വന്നേ. എങ്ങോട്ട്? ഏട്ടന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന്റെ സന്തോഷം തീർച്ചയായിട്ടും പങ്കുവെക്കേണ്ട ഒരാളുണ്ട് ഈ വീട്ടിൽ. അതാരാ? വാ പറയാം, വാ. അമ്മേ, എനിക്കിതൊരു രണ്ടാം ജന്മം തന്നെയാ. മരണത്തിനോട് പോലും മത്സരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാ. ഇനി അങ്ങോട്ട് അപകടമൊന്നും പറ്റാതെ കാത്തു രക്ഷിക്കാൻ അമ്മ എന്റെ ഒപ്പം ഉണ്ടാവണം. ഓരോ നിമിഷവും ഓർക്കുന്നത് ഞാൻ ഈ ഒരു കാര്യം മാത്രമാ. ഒരിക്കൽ കൂടി എന്റെ അമ്മയൊന്ന് തിരിച്ചു വന്നെങ്കിലെന്ന്. മോനെ, മരണം ഒരു സത്യമാടാ. അതിനൊരു തിരിച്ചുവരവില്ല. എന്നാലും അമ്മ ഇത്ര പെട്ടെന്ന് മരിക്കേണ്ട ആളായിരുന്നു അച്ഛാ. കൊന്നല്ലേ അവള് പച്ച ജീവനോടെ. പല രാത്രികളിലും ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണും, കട്ടിലിൽ എൻ്റെ അടുത്തവളുണ്ടെന്ന്. പക്ഷേ ഉണരുമ്പോൾ അവൾ അടുത്തില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയും. പിന്നെ ഒരു ശൂന്യതയാ. ഉറക്കം വരാതെ നേരം വെളുപ്പിക്കും. എന്നാലും അവൾ ഒപ്പമുണ്ടെന്നുള്ള തോന്നലില്ല ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്നേ. ഏട്ടാ, ഇതെന്താ മോളെ? ഏട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാ ഇത്. ഇനി അങ്ങോട്ട് ഒരുപാട് ഉയരത്തിലേക്ക് എത്തേണ്ട ആളാ ഏട്ടൻ. പുറത്തിറങ്ങുമ്പോ കണ്ണുവിടാതിരിക്കാനാ ഇത്. എന്തോ ഒരു ഒഴിയല്. ഇവളാരാടി? അമ്പലത്തിലെ പൂജാരിയോ? ആയിരിക്കും. ഗൗരിച്ചിയുടെ ഏട്ടനായിരിക്കും അവിടുത്തെ പ്രതിഷ്ഠ. ഇത് ചുമ്മാ സുഖിപ്പിക്കല്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ആത്മാർത്ഥതയൊന്നും ഞാനിതിൽ കാണുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ, ഇനി സമയം കളയണ്ട. ശരിയച്ചാ. സ്വാതി, പോവാം. ദാ വരുന്നു. ഞാൻ ഈ താലം ഒന്ന് പൂജാമുറിയിൽ വെക്കട്ടെ. വാ നീലേ, നമുക്കിറങ്ങാം. ചെല്ലുവനെ. ശരിയച്ചാ. വാ. പോയിട്ട് വരാം. പോയിട്ട് വാ. ഈ സന്തോഷം അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി മാലതി. ഞാൻ മാത്രം ഇങ്ങനെ. ഗൗരിച്ചി, അവർക്കിട്ട് പണി കൊടുക്കാൻ എനിക്കൊരു ഉഗ്രൻ ഐഡിയ കിട്ടി. എന്താടി? വാ പറയാം.
അതെ, ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. നീ കാര്യം എന്താന്ന് വെച്ചോ പറ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, ഇത് കലക്കും. ഗൗരിച്ചി ചെല്ല്. നീൽ, ഞാനിന്ന് ഇവിടെ ഇരുന്നോട്ടെ. അത് നീൽ പ്ലീസ്, ഇന്നൊരു ദിവസം. എന്റെ ഒരു ആഗ്രഹമല്ലേ, പ്ലീസ്. ഉം. ഗൗരി, നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ, എന്നിട്ട് പിന്നിലേക്ക് ഇരിക്കേ. ഹാ, അതെന്തിനാ പിന്നിലേക്ക് ഇരിക്കുന്നേ? ഞാനിവിടെ ഇരുന്ന് എന്താ കുഴപ്പം? നിനക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ ഇരിക്കേണ്ടത് തിരുന്നില്ലെങ്കിൽ അവിടെ ഇതുപോലെ ആരെങ്കിലും കയറി ഇരിക്കും. ഗൗരിയേച്ചി മുൻ സീറ്റിലൊന്ന് കയറിയിരുന്നതിനാണോ സ്വാതിയടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടന്റെ അനിയത്തില്ലേ, ഒന്നിരുന്നോട്ടെ. എന്നിട്ട് നീ എന്താ ഇരിക്കാത്തത്? നിനക്ക് മുന്നിൽ കയറി ഇരിക്കായിരുന്നല്ലോ, എന്താ ഇരുന്നില്ല? ഭാര്യയ്ക്കും സഹോദരിക്കും ഒക്കെ അവരവരുടേതായ അന്തസ്സുള്ളൊരു സ്ഥാനമുണ്ട്, അതാരും തെറ്റിക്കരുത്. ഇങ്ങോട്ട് ഇറങ്ങും ഗൗരി. ഇല്ല, ഞാനേ ഇന്നിവിടെ ഇരുന്നേ പോകുന്നുള്ളൂ. നീൽ സമ്മതിച്ചിട്ടില്ല ഞാനിവിടെ ഇരുന്നത്. എന്നിട്ട് ഇപ്പൊ സ്വാതി പറയുന്നത് കേട്ടോ. സ്വാതി, തൽക്കാലത്തേക്ക് താൻ പിന്നിൽ കയറ്. അതല്ല ഏട്ടാ, ഇതിവരുടെ പ്ലാനിങ്ങാ. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്കറിയാതെ. ഇവരുടെ അഹങ്കാരത്തിന് നിന്നു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അത് ശരിയല്ല. ഞങ്ങളുടെ പ്ലാനിങ്ങോ? നീൽ, ഇവള് വെറുതെ പറയുന്നതാ. ഗൗരി, നീ ഒന്ന് പിന്നിലിരിക്ക, ഒരു വഴക്കൊഴിവാക്ക്. ഇല്ല, ഞാൻ ഇറങ്ങില്ല. എന്നാ പിന്നെ നിങ്ങളെല്ലാരും കൂടി പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. സ്വാതി, ഇവള് വരുന്നില്ലെങ്കിൽ വേണ്ട. നീൽ വണ്ടി എടുക്ക്, നമുക്ക് പോയിട്ട് വരാം. നീ എന്താ നമ്മളെ തിരിച്ചു കയറി വല്ലതും മറന്നോ? എന്താ മോളെ, എന്ത് പറ്റി? എന്താ നീ ഒന്നും മിണ്ടാത്തെ? ചോദിച്ചു കേട്ടില്ലേ? എന്താ മോളെ പ്രശ്നം? എന്താടാ എല്ലാരും കൂടി എങ്ങോട്ടാ? ഇവളെന്തിനാ കാറി കയറി ഇരിക്കുന്നേ? അത് തന്നെയാ പ്രശ്നം. ഞങ്ങൾ പർച്ചേസിന് പോകാൻ ഇറങ്ങിയത്. ഗൗരി ആദ്യമേ മുൻസീറ്റിൽ കയറി അങ്ങിരുന്നു. സ്വാതി വന്ന് അവളോട് പിന്നിലേക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ ഇരിക്കില്ലെന്നാ പറയുന്നത്. അപ്പൊ സ്വാതി തിരിച്ചു കയറി. ഓ, അതാണോ പ്രശ്നം? ഗൗരി, നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. എന്താ? നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഞാൻ ഇതിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എവിടെ നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇറങ്ങി എന്താ കുഴപ്പം? നിനക്ക് നാണോടി? ഇവര് ഭാര്യയും ഭർത്താവായിട്ട് പുറത്തു പോകുന്ന സമയത്ത് ശകുനം മുടക്കായിട്ട് നീ എന്തിനാടി അവിടെ ഇരിക്കുന്നേ? ഏട്ടൻ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ പോവാൻ ഇറങ്ങിയത്. അതിന് ഇവള് മുന്നിൽ തന്നെ കയറണോ? പിന്നെ കയറലും പോരായിരുന്നോ? എടി, ഭർത്താവ് വണ്ടി ഓടിക്കുമ്പോ ഭാര്യയുടെ സ്ഥാനം മുൻ സീറ്റിൽ തന്നെയാ. അവിടെ നിനക്ക് കയറി ഇരിക്കണമെന്ന് വാശി പിടിക്കാൻ പാടില്ലായിരുന്നു. ഗിരി, അവൾ അവിടെ ഇരിക്കുന്നതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഇതവര് മനഃപൂർവ്വം ചെയ്തതാ. ഇവളായിരിക്കും ഇതിന്റെ എല്ലാം സൂത്രക്കാരി. ഏട്ടത്തേക്ക് എങ്ങനെ പാര വെക്കാന്ന് തല പുകഞ്ഞ് ആലോചിച്ച് നടക്കാണല്ലോ രണ്ടുപേരും. അതിന്
അതിന് ഞാൻ എന്ത് ചെയ്തു? അല്ല, നീ എന്തിനാ ഇവരുടെ കൂടെ പുറത്തു പോകുന്നേ? നിനക്ക് ഡ്രസ് വാങ്ങിച്ചാൽ ഇവിടെ ഞാനില്ലേ? കേറി പൊടിയാത്ത എടി, കേറി പോവാൻ. എടാ, നീ വെറുതെ അവളെ വഴക്ക് പറയണ്ട. നീ ഒന്നും മിണ്ടായിരുന്നേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നിർത്തണം. കേറി പോടി കഴുതേ. എടി പോവാൻ, കേറി പോവാൻ. ഈ കുത്തിത്തിരിപ്പിനെ നിനക്കാ നല്ല തല തരേണ്ടത്. നീ എന്ത് പണിയാ കാണിച്ച ഗിരി? അവർ രണ്ടുപേരും പിണങ്ങി പോയത് നീ കണ്ടില്ലേ? എന്നോടുള്ള വിരോധം തീർത്തതാ രണ്ടുപേരും. നിങ്ങൾ പോയിട്ട് വാ മക്കളെ. അവരും കൂടി ഇല്ലാതെ എങ്ങനെയാച്ചാ? ഡാ ഗിരി, പുതിയ സിനിമയുടെ അഡ്വാൻസ് കിട്ടിയപ്പോ ഞാൻ അവർക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് പ്രോമിസ് ചെയ്തതാ. നീ അവരെ പിണക്കി വിടണ്ടായിരുന്നു. അതിനവര് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി പോയതല്ലേ? സ്വാതി, നിനക്ക് കുറച്ചുകൂടി ക്ഷമിക്കായിരുന്നു. ഡാ ഗിരി, നിങ്ങൾ രണ്ടും കൂടി ചെന്ന് അവരെ സമാധാനിപ്പിച്ച് വിളിച്ചോണ്ടോ? അത് വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേക്ക്. സ്വാതി, ദേ, അവരെ ഒഴിവാക്കിയിട്ട് നമ്മൾ മാത്രം പുറത്തു പോകുന്നത് അത് ശരിയല്ല. ഡാ ഗിരി, ചെല്ലടാ, ചെന്ന് അവരെ പറഞ്ഞു വിട്. ചെല്ല്. ഹേയ്, കഷ്ടം. ഈ കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? എന്തുവാടി ഇത്? കഷ്ടം. നീ എന്തിനാ പട്ടി പോലെ മോങ്ങുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? എന്നാലും ഗിരിയേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കരുതിയില്ല. നിന്നോട് മാത്രമാണോ? എന്നെ ചീത്ത പറഞ്ഞ് ഓടിച്ചില്ലേ? അവൻ എന്റെ ആങ്ങളെ തന്നെയാണെന്ന് ഇപ്പൊ എന്റെ സംശയം. വൃത്തികെട്ട ജന്തു. ശ്ശേ, എന്തൊരു നാണക്കേടായിപ്പോയി. എനിക്കാണെങ്കിൽ അവന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കാനാ തോന്നിയത്. അവനാ തടിച്ച് സപ്പോർട്ട് ചെയ്യാനേ നേരുള്ളൂ. കഷ്ടം. നന്ദിനി, ഗൗരി, നിങ്ങളില്ലാതെ പുറത്തേക്ക് പോയില്ലെന്ന് ഏട്ടൻ പറയുന്നേ. വേണ്ട എഴുതി, ഇവരെ കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഗിരി, നീ മിണ്ടരുത്. നീ ഇവരെ ഇത്രയ്ക്ക് ചീത്ത പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാര്യം മനസ്സിലാവുമ്പോ ഗൗരി തനിയെ ഇറങ്ങി പിന്നെ ഇരുന്നേനെ. ഏട്ടന്റെ കൂടെ പുറത്തു പോവാൻ ഇവരൊരുപാട് ആഗ്രഹിച്ചതല്ലേ? അങ്ങനെ അധികം അത്യാഗ്രഹമൊന്നും പാടില്ല. ആഹാ, അത് കൊള്ളാലോ. എന്റെ ഏട്ടന്റെ കൂടെ പുറത്തു പോകുന്നതാണ് അത്യാഗ്രഹം. അങ്ങനെ മറ്റുള്ളവർ ഇരിക്കേണ്ട സ്ഥാനത്ത് അനാവശ്യമായി കയറിയിരിക്കുന്നത് അത്യാഗ്രഹം. നിനക്ക് വേണമെങ്കിൽ നീ നീലിലൂടെ പൊയ്ക്കോ, പക്ഷേ നന്ദിനി പോണ്ട. ഗിരി, ഞാനാ ഇവളെ വിളിച്ചോണ്ട് പോകുന്നത്. അതല്ല എടത്തി, ഇവരത്ര കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. ഏട്ടന്റെ ഏടത്തിയുടെ സ്വകാര്യതയിൽ തലയിടാതിരിക്കാനുള്ള പക്വത ഇവരല്ലേ കാണിക്കേണ്ടത്. എടാ, ഏട്ടൻ വിളിച്ചിട്ടല്ലേ ഇവര് വന്നത്. അതിന് നീ എന്തിനാ എതിരെ നിൽക്കുന്നത്? ശരി, ഇത്തവണത്തേക്ക് നീ പൊയ്ക്കോ. ഇനി എന്നോട് പറയാതെ ഇത്തരം ഒരു പരിപാടി പ്ലാൻ ചെയ്യരുത്, മനസ്സിലായോ? ഗിരി, നീ എന്താ ഇവളെ കൂട്ടിലടച്ച് വളർത്താൻ കൊണ്ടുവന്നതാണോ? എടാ, കാലം മാറി. സ്ത്രീകൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഗൗരി, ചെന്ന് വണ്ടി കയറ്. പറഞ്ഞത് കേട്ടില്ലേ? ഓ നാശം. നന്ദിനി, വാ. എടി, ഞാൻ അവനോട് പറഞ്ഞത് നീ കേട്ടില്ലേ? അവൻ സമ്മതിച്ചു വരാനല്ലേ പറഞ്ഞത്. വീട്, ഞാൻ എന്റെ ആഗ്രഹം നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ ഏട്ടത്തി വന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചു. അതെ, ഞാൻ അത്ര പൊട്ടിയൊന്നും അല്ല. ഇവിടെയൊക്കെ ചവിട്ടി കൂട്ടണം. ഗിരി, മതി, ഞങ്ങൾ പോയിട്ട് വരാം. നേരത്തെ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അതെങ്ങനെയാ? ഉറുമ്പിന്റെ സ്വഭാവമല്ലേ, ചാവുന്നവരെ കടിക്കും. ഓ, കഷ്ടം.
പോയിട്ട് വരാം അച്ഛാ. ശരി മോളെ. ശരി അച്ഛാ. ഗൗരി, ഇനി പോകുന്ന വഴിക്ക് ഇതിന്റെ പേര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയേക്കരുത്. ബൈ. അമ്മേ, ഞാൻ ഇറങ്ങാം. നിക്കടാ, ഒരു കാര്യം പറയട്ടെ. അതെ അമ്മേ, ഇപ്പൊ തന്നെ സമയം പോയി. എടാ ചെറുക്കാം, എന്തായാലും നീ ഡ്രസ് എടുക്കാൻ പോവല്ലേ? പണമാണെങ്കിൽ അവര് കൊടുക്കുകയും ചെയ്യും. എന്നാ പിന്നെ നിന്റെ പെങ്ങക്കൂടെ കുറച്ച് ഡ്രസ് എടുക്കടാ. എടാ, നാളെ മറ്റന്നാളെ ഞാൻ അവളെ കാണാൻ ഹോസ്റ്റലിൽ പോകുന്നുണ്ട്. അപ്പൊ നീ വാങ്ങിച്ചതെന്നും പറഞ്ഞ് എനിക്കത് കൊടുക്കുകയും ചെയ്യാം. എന്താ? അയ്യോ അമ്മേ, അത് പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സ് വാങ്ങാനുണ്ട്. അതിന്റെ ഇടയില് അമ്മയ്ക്കും അച്ഛനും കൂടി വാങ്ങണം. പിന്നെ ഇതും കൂടി പറയുന്നത് എങ്ങനെയാ? അമ്മയ്ക്കൊരു സാരി, അത് മതി. പിന്നെ അച്ഛനെ നിങ്ങളുടെ ഈ കളിക്കിടയിൽ എന്നെ കൂട്ടണ്ട. എന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് ഈ വീട്ടിൽ കാല് കുത്തിയ ആ കാല് ഞാൻ തല്ലൂടി. അമ്മ. എടാ, എന്നാ പിന്നെ അച്ഛന് നീ ഒന്നും വാങ്ങിക്കണ്ട. അതിനോട് ചേർത്ത് അവക്ക് വാങ്ങിച്ചൂടെ? എന്താ? നോക്കാം. മോനെ ഒന്ന് നിന്നേ. എന്താ അമ്മേ? അതെ, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവര് ഫുഡ് കഴിക്കാൻ കേറാതിരിക്കില്ലല്ലോ. അപ്പോഴേ എനിക്കൊരു അറേബ്യൻ ചിക്കൻ, എടാ ഈ കോഴിനെ മൊത്തത്തിൽ നിർത്തി ഇങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചേക്കണേ. എടാ പിന്നെ കുറച്ച് പത്തിരിയും, അത്ര മാത്രം മതി. എടാ നീ പറഞ്ഞാ പിന്നെ അവര് വാങ്ങിച്ചു തരാതിരിക്കുവോ? ചെല്ല് ചെല്ല് മക്കള് ചെല്ല്, ചെല്ലടാ. ഭാനുമതി, എന്താ സദേട്ടാ? ഇതുവരെ ഞാൻ കരുതിയത് നീ നിന്റെ അന്തസ്സിൽ നിന്ന് താഴേക്ക് പോകില്ലെന്ന്. പക്ഷെ ഇപ്പൊ നീ ചെയ്തു കിട്ടുന്ന കോപ്രായം കാണുമ്പോ എനിക്ക് നിന്നോട് സഹതാപം തോന്നുക. ദുരന്തം. അതെ, ഞാനും എന്റെ മോനും കൂടി അതങ്ങ് സഹിച്ച്. വലിയൊരു അഭിമാനക്കാരൻ. ഇത് വെറും ദുരന്തമല്ല, മഹാദുരന്തമായി പോയി. നമസ്കാരം. നമസ്കാരം. ആരാന്ന് മനസ്സിലായില്ല. ഏതെങ്കിലും ആശ്രമത്തിൽ നിന്നാണോ? വേഷം കണ്ടപ്പോ അങ്ങനെ തോന്നിയല്ലേ? പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. കാവി കാണുമ്പോ സന്യാസിയാണെന്നാ പരക്കെയുള്ള ഒരു ധാരണ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ ഏറാടി, കുറച്ച് ദൂരേന്നാ, വൈദ്യനാ. ഈ ആയുർവേദത്തിലേക്ക്. ഓ, അത് ശരി. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഓ, ആയിക്കോട്ടെ. വന്നോളൂ. ഈ കാവ്യവസ്ത്രം എൻ്റെ ഒരു ശീലായിട്ടേ കൊല്ലം കുറയായി. അല്ല, ഇവിടെ ഇപ്പോ എനിക്ക് ഇവിടുത്തെ സ്വാതിമോളെ ഒന്ന് കാണണമായിരുന്നു. ആ കുട്ടിക്ക് വണ്ണം കുറയ്ക്കാനുള്ള ഒരു മരുന്നിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരു തവണ ഞങ്ങൾ തമ്മിൽ കാണുകയും ചെയ്തിരുന്നു. മരുന്ന് കൊണ്ട് വന്നതാണോ? അല്ല, മരുന്ന് റെഡിയാകാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. മാർക്കറ്റിൽ കിട്ടുന്ന മറ്റു മരുന്നുകളെ പോലെ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. ആവശ്യക്കാർ വരുമ്പോ ഉണ്ടാക്കി നൽകും, അത്രേ ഉള്ളൂ. ആട്ടെ, ഇപ്പൊ കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അയ്യോ, ഒന്നും വേണ്ട. പുറത്തുനിന്നും ഒന്നും കഴിച്ച് ശീലമില്ല. ചില ചിട്ടവട്ടങ്ങളും ശീലക്കേടുകളൊക്കെ ഉള്ള ജീവിത. അലോഹ്യം തോന്നരുത്. ആയിക്കോട്ടെ, അലോഹ്യം ഒന്നുമില്ല. അല്ല, സ്വാതിമോളെവിടെ? അയ്യോ, അത് പറയാൻ വന്നതാ ഞാൻ. മോൾ ഇവിടെ ഇല്ല. ഓ,
അവരെല്ലാരും കൂടെ ഒന്ന് പുറത്തു പോയതാ. ഓ അത് ശരി. അപ്പോ ഞാൻ പിന്നീട് വരാം. അല്ല, വന്ന കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അത് മരുന്ന് കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പുള്ള ചില പഥ്യങ്ങളെക്കുറിച്ച് പറയാനായിരുന്നു. പഥ്യം മാത്രമല്ല, ഒരു 7 ദിവസത്തെ ചിട്ടയായ ജീവിതക്രമം കൂടിയുണ്ട്. വ്യായാമവും. അത് പറയാൻ വേണ്ടി മാത്രമാണോ അങ്ങ് ഇത്രയും ദൂരെ നിന്ന് വന്നേ? അല്ല, ഇവിടെ അടുത്ത് വരെ വന്നപ്പോ ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മോളോട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. ശരി, പറയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. ഓ